ഇപ്പോൾ കേരളത്തിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആരോഗ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും കാണുന്നതിന് സമാനമായ നിലയിൽ സംഘർഷഭരിതമായ നിലയിലാണ് പ്രതിഷേധങ്ങൾ കടന്നുപോകുന്നത്. ആലപ്പുഴയിലെ BJP പ്രതിഷേധത്തിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് പ്രതിഷേധം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങി പലയിടങ്ങളിലും പ്രതിഷേധം അരങ്ങേറുകയാണ്. പത്തനംതിട്ടയിലെയും ആലപ്പുഴയിലെയും പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പലയിടത്തും നേരത്തെ ജലപീരങ്കി, കാസർഗോഡ് അടക്കം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു പ്രവർത്തകർക്കെതിരെ. BJP യുവമോർച്ചയുമാണ് പ്രതിഷേധ രംഗത്തുള്ളത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലും ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലേറെയായി അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. CK അഭിലാൽ ഉണ്ട് പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി. അഭിലാൽ, പത്തനംതിട്ടയിൽ ഇന്നലെയും ഒക്കെ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടാണ്. ഇന്ന് BJPയുടെ പ്രതിഷേധമാണ്. ഇത് എവിടെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? മന്ത്രിയുടെ വീട്ടിലേക്കുമൊക്കെ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? മിന്നൽ സമരമൊക്കെയാണല്ലോ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. മന്ത്രി വീണ ജോർജിന്റെ സമരം ആവശ്യപ്പെട്ട് BJP വിവിധ ഘടകങ്ങളായി മൂന്നാമതായി നടത്തുന്ന സമരമാണ്. ഇത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരമാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ആദ്യഘട്ടത്തിലെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ച് ഇട്ട ശേഷം മുന്നേറാൻ ശ്രമം നടത്തിയെങ്കിലും ബാരിക്കേഡുകൾ മറിച്ചിടാൻ പോലീസിന്റെ സംഘശക്തിക്ക് മുന്നിൽ കഴിയാതെ പോയിരുന്നു. പിന്നീട് സമരം മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് ആശുപത്രിയുടെ വളപ്പിലേക്ക് ചാടിക്കയറാൻ ശ്രമം നടത്തി. ജില്ലാ സെക്രട്ടറി നിതിൻ ശിവ അടക്കം 5 പ്രവർത്തകരാണ് മതിലിന് മുകളിലേക്ക് കയറിയത്. അതിൽ ചിലരെ പിടിച്ച് താഴെ ഇറക്കി വലിച്ചുകൊണ്ട് പോകാൻ ശ്രമം നടത്തിയപ്പോൾ മറ്റ് പ്രവർത്തകർ ഇടപെട്ട് പോലീസിനെ തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പസമയം ഒന്നും തെല്ലിലേക്കും ചെറിയ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ സമാധാനിപ്പിക്കുകയും പിന്നീട് പോലീസ് പിന്തിരികയും ചെയ്തതോടുകൂടി റോഡിൽ കുത്തിയിരുന്ന് സമരത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. മന്ത്രി രാജിവെക്കണം, അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മന്ത്രിയെ പ്രതി ചേർക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ഇന്ന് BJPയുടെ ആഹ്വാനപ്രകാരം ജില്ലാ നേതൃത്വങ്ങൾ സമാനമായ രീതിയിൽ ആശുപത്രികളിലേക്ക് സമരം സംഘടിപ്പിക്കുന്നുണ്ട്.